കേരളത്തിൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നതിനിടെ തൃശൂരിൽ നിന്ന് അതീവ ഗുരുതരമായൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. വേനൽ ചൂടിൽ ദാഹമകറ്റാൻ നാം ആശ്രയിക്കുന്ന പാനീയങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണെന്ന ചോദ്യമാണ് ഈ സംഭവം ഉയർത്തുന്നത്. ഇരിങ്ങാലക്കുടയിലെ ഒരു തട്ടുകടയിൽ നിന്ന് വാങ്ങിയ ജീരക സോഡ കുപ്പിക്കുള്ളിലാണ് ചത്ത പാമ്പിൻ കുഞ്ഞിനെ കണ്ടെത്തിയത്. ചെറായി സ്വദേശി വിഷ്ണുരാജും സുഹൃത്ത് ഡിനൂസും കുപ്പി തുറന്ന് കുടിക്കാൻ ഒരുങ്ങിയ നിമിഷമാണ് സോഡയ്ക്കുള്ളിൽ എന്തോ അസാധാരണമായി തിങ്ങി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. സുരക്ഷാ പരിശോധനയിൽ അതൊരു പാമ്പിൻ കുഞ്ഞാണെന്ന് തിരിച്ചറിഞ്ഞതോടെ യുവാക്കളും കടയുടമയും ഒരുപോലെ ഞെട്ടിപ്പോയി. ഉടനടി യുവാക്കൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തെ വിവരം അറിയിക്കുകയും അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. പാനീയങ്ങൾ കുപ്പികളിലാക്കുന്ന പ്ലാന്റുകളിൽ പാലിക്കേണ്ട യാതൊരുവിധ ശുചിത്വ മാനദണ്ഡങ്ങളും ഇവിടെ പാലിക്കപ്പെട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം. ഈ സംഭവത്തെ തുടർന്ന് ഉൽപാദന യൂണിറ്റ് ഉടനടി അടച്ചുപൂട്ടാൻ അധികൃതർ ഉത്തരവിട്ടു. പൊതുജനാരോഗ്യം അപകടത്തിലാക്കുന്ന ഇത്തരം ഗുരുതരമായ അനാസ്ഥകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. സാധാരണഗതിയിൽ സോഡാ കുപ്പികൾ തുറന്നാലുടൻ ഗ്ലാസ്സിലേക്ക് പകർത്തുകയോ നേരിട്ട് കുടിക്കുകയോ എന്നതാണ് പതിവ്. എന്നാൽ ഈ സന്ദർഭത്തിൽ യുവാക്കൾ കാണിച്ച അസാധാരണമായ ശ്രദ്ധയാണ് ഒരു വലിയ ആരോഗ്യ പ്രശ്നത്തിൽ നിന്ന് യുവാക്കളെ രക്ഷിച്ചത്. ചെറായി സ്വദേശി വിഷ്ണുരാജും ആലുവ സ്വദേശി ഡിനൂസും കോണത്തുകുന്ന് മനക്കപ്പടിയിലുള്ള ഇന്ത്യൻ ഫാസ്റ്റ് ഫുഡ് എന്ന തട്ടുകടയിൽ നിന്നാണ് ജീരക സോഡ വാങ്ങിയത്. കുപ്പി തുറന്ന് കുടിക്കാൻ ഒരുങ്ങിയപ്പോൾ ദ്രാവകത്തിന് മുകളിൽ എന്തോ ഒരു അന്യ വസ്തു തങ്ങി നിൽക്കുന്നത് വിഷ്ണുരാജുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വെറും അഴുക്കോ പൊടിയോ ആണെന്ന് കരുതി അവഗണിക്കുന്നതിന് പകരം അവർ ആ കുപ്പി വെളിച്ചത്തിന് നേരെ പിടിച്ച് പരിശോധിക്കുകയായിരുന്നു. സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് അത് വെറും ഒരു അഴുക്കല്ല, മറിച്ച് ചത്ത ഒരു പാമ്പിൻ കുഞ്ഞാണെന്ന് അവർക്ക് വ്യക്തമായത്. കുപ്പിക്കുള്ളിൽ ഇരുണ്ട നിറമുള്ള ജീരക മിശ്രിതത്തിനിടയിൽ പാമ്പിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു. എങ്കിലും യുവാക്കളുടെ കണ്ണിൽ അത് പെട്ടത് വലിയൊരു ഭാഗ്യമായി നാട്ടുകാരും അധികൃതരും വിലയിരുത്തുന്നു. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ അവർ കുപ്പി കടയുടമയെ കാണിക്കുകയും വിവരം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. കടയുടമയും ഇതിൽ ഞെട്ടൽ രേഖപ്പെടുത്തി. തുടർന്ന് ഒട്ടും വൈകാതെ തന്നെ അവർ കൊടുങ്ങല്ലൂർ ഫുഡ് സേഫ്റ്റി വിഭാഗത്തിൽ പരാതി നൽകി. കേവലം പണം തിരികെ വാങ്ങുന്നതിന് പകരം ഈ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽ എത്തിക്കണമെന്ന അവരുടെ തീരുമാനം മറ്റു പല ഉപഭോക്താക്കളെയും അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. യുവാക്കളുടെ പരാതി ലഭിച്ചതോടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ എം ബർഷാനയുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലത്ത് എത്തുകയും പ്രാഥമിക പരിശോധന നടത്തി പരാതി സത്യമാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് സോഡ വിതരണം ചെയ്ത നിർമ്മാണ യൂണിറ്റിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. യുവാക്കളുടെ പരാതി ലഭിച്ച ഉടൻ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. പൊതുജനാരോഗ്യം കണക്കിലെടുത്ത് ഒട്ടും വൈകാതെ തന്നെ കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. കോണത്തുകുന്ന് ചിരട്ടക്കുന്നിൽ പ്രവർത്തിക്കുന്ന റിലാക്സ് സോഡ കമ്പനിയിലാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഡോക്ടർ എം ബർഷാനയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. സോഡ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന കുപ്പികൾ കഴുകി സൂക്ഷിക്കുന്നത് തീർത്തും സുരക്ഷയില്ലാത്ത സാഹചര്യത്തിലാണെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. കമ്പനിയിലെ പ്രവർത്തന രീതി പരിശോധിച്ചപ്പോൾ ഗുരുതരമായ പാളിച്ചകൾ ശ്രദ്ധയിൽപ്പെട്ടു. തലേദിവസം രാത്രി കഴുകി വയ്ക്കുന്ന കുപ്പികൾ പിറ്റേ ദിവസമാണ് സോഡ നിറയ്ക്കുന്നത്. കുപ്പികൾ വായ തുറന്ന നിലയിൽ അടച്ചുറപ്പില്ലാത്ത സ്ഥലത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ കുപ്പിക്കുള്ളിൽ പാമ്പ് കയറിക്കൂടിയതാകാമെന്നാണ് നിഗമനം. കുപ്പിയിൽ നിറയ്ക്കുന്നതിന് മുൻപോ അതിനുശേഷമോ യാതൊരുവിധ ഗുണനിലവാര പരിശോധനയും ഇവിടെ നടന്നിരുന്നില്ല എന്ന് ഇത് വ്യക്തമാക്കുന്നു. പരിശോധനയിൽ കണ്ടെത്തിയ ഗുരുതരമായ ശുചിത്വമില്ലായ്മയെ തുടർന്ന് കമ്പനി ഉടൻ തന്നെ അടച്ചുപൂട്ടാൻ അധികൃതർ ഉത്തരവിട്ടു. പ്രവർത്തനാനുമതി റദ്ദാക്കിയതിനൊപ്പം മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുവരെ ഉൽപാദനം പുനരാരംഭിക്കരുതെന്നും നിർദ്ദേശിച്ചു. കമ്പനിക്ക് വീഴ്ച പറ്റിയതായി ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഉടമയ്ക്കെതിരെ നിയമപരമായ മറ്റ് നടപടികൾക്കും സാധ്യതയുണ്ട്. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള പിഴയും ലൈസൻസ് സ്ഥിരമായി റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വകുപ്പിന്റെ പരിഗണനയിലാണ്. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയായിരിക്കും ഇനി സ്വീകരിക്കുകയെന്ന് അധികൃതർ ഉറപ്പിച്ചു പറഞ്ഞു. സോഡാ കുപ്പിക്കുള്ളിൽ പാമ്പിനെ കണ്ടെത്തിയത് കേവലം ഒരു കുപ്പിയിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമല്ലെന്ന് അധികൃതർ തിരിച്ചറിയുന്നു. അതേ ബാച്ചിൽ നിർമ്മിക്കപ്പെട്ട മറ്റു കുപ്പികളിലും സമാനമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വിപുലമായ നടപടികളാണ് സ്വീകരിച്ചത്. പരാതി ഉയർന്ന ഉടൻ തന്നെ നിർമ്മാണ യൂണിറ്റായ റിലാക്സ് സോഡ കമ്പനിയിൽ ബാക്കിയുണ്ടായിരുന്ന ജീരക സോഡയുടെ മുഴുവൻ സ്റ്റോക്കും ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നശിപ്പിച്ചു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട പാനീയങ്ങൾ വിപണിയിലേക്ക് എത്തുന്നില്ലെന്ന് ഉറപ്പാക്കാനായിരുന്നു ഈ നീക്കം. ഫാക്ടറിയിൽ നിന്ന് ഇതിനകം തന്നെ വിവിധ കടകളിലേക്കും തട്ടുകടകളിലേക്കും വിതരണം ചെയ്ത സോഡകൾ തിരികെ വിളിക്കാൻ അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫാക്ടറി അധികൃതരെ കൊണ്ട് തന്നെ വിതരണം ചെയ്ത എല്ലാ സോഡകളും ശേഖരിപ്പിക്കുകയും അവ പൂർണ്ണമായും നശിപ്പിച്ചുവെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തുകയും ചെയ്തു. ഇരിങ്ങാലക്കുടയിലെയും പരിസര പ്രദേശങ്ങളിലെയും ചെറുകിട കച്ചവടക്കാരോട് ഈ പ്രത്യേക ബ്രാൻഡ് സോഡയുടെ വിൽപ്പന ഉടനടി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. ഉപഭോക്താക്കൾക്ക് നൽകുന്നതിന് മുൻപ് കുപ്പികളിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഫുഡ് സേഫ്റ്റി വിഭാഗം നിർദ്ദേശിച്ചു. തൃശൂരിലെ ഈ സംഭവം ഭക്ഷ്യസുരക്ഷാ രംഗത്തെ വലിയൊരു അനാസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രത്യേകിച്ച് ലേബലുകളിൽ കൃത്യമായ വിവരങ്ങളില്ലാത്ത പ്രാദേശിക ബ്രാൻഡുകൾ ഉപയോഗിക്കുമ്പോൾ ഉപഭോക്താക്കൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ലാത്തതോ ശുചിത്വമില്ലാത്തതോ ആയ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പരാതി നൽകാൻ പൊതുജനങ്ങൾ മടിക്കരുത്.